السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر طريق. ونحن اليوم في القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3ാം സെമസ്റ്റർ 2ാം ഘട്ടത്തിലാണ് നാം ഉള്ളത്. എവിടെയാണ് നമ്മൾ നിർത്തിയത്? رقم 214. 214. تمارين رقم 4. 214 تمرين رقم 4. 4 കഴിഞ്ഞു. കഴിഞ്ഞില്ല, തുടങ്ങിയിട്ടേ തുടങ്ങിയില്ല. ഹയ്യൻ الأمثلة الآتية استفعل بمشتقاته. മുഷ്തഖാത്തിന് എന്താ അർത്ഥം പറഞ്ഞു നമ്മള്? ഡിറൈവ്ഡ് ഫോംസ്. അതെ, ഡിറൈവ്ഡ് ഫോംസ്. അപ്പോ മുഷ്തഖാത്ത് എന്നാണ് പറയുക. ഇഷ്തഖ പിരിഞ്ഞുണ്ടായി, ഷക്ക പിളർന്നു, ഇഷ്തഖ പിരിഞ്ഞുണ്ടായി. മുഷ്തഖാത്ത് ഒരു ക്രിയയിൽ നിന്നും പിരിഞ്ഞുണ്ടാകുന്ന അതിന്റെ മറ്റ് വകഭേദങ്ങൾ, അതാണ്. അപ്പൊ ഇസ്തഫ്അല ഗ്രൂപ്പിന്റെ നമ്മൾ പഠിച്ച ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അയ്യൻ ഫിൽ അംസിലത്തിലാക്കിയ താഴെയുള്ള ഉദാഹരണങ്ങളിൽ നിന്നും പോയിന്റ് ഔട്ട് ചെയ്യുക. ബാബ് ഇസ്തഫഅല, ഇസ്തഫഅല ബാബിനെ എടുത്ത് കാണിക്കുക എന്നാണ്. അസ്തഹിമ്മു കുല്ല സബാഹിൻ എന്താ അർത്ഥം? ഇസ്തഹമ്മ എന്ന് പറഞ്ഞാൽ ഇസ്തഹമ്മ എന്ന് പറഞ്ഞാൽ കുളിച്ചു. ഇസ്തഹമ്മ, ഹമ്മാം അറിയാമല്ലോ. അപ്പൊ ഇസ്തഹ്മാം എന്ന് പറഞ്ഞാല് കുളിക്കൽ. ഇസ്തഹമ്മ. അസ്തഹിമ്മു, അസ്തഹിമ്മു കുല്ല സബാഹ് എന്താ അർത്ഥം? ഇതിലുള്ളത് അസ്തഹിമ്മു, അസ്തഹമ്മ എന്നാണുള്ളത്. അസ്തഹിമ്മു മീമിന് ലമ്മില്ലേ? അതെ, ലമ്മുണ്ട്. പിന്നെന്താ ഉണ്ട്? ഹായിനൊന്നുമില്ല. ഹായനൊന്നും വേണ്ട. ഇസ്തഗ്ഫറയിലെ പിന്നെ അവസാനം ലമ്മ വന്നാലെന്തായി? അത് മുളാരിയായി. ഹംസ ഉണ്ടാവും ആദ്യത്തില്. അപ്പോ അസ്തഗ്ഫിറു എന്ന് പറഞ്ഞ രൂപമായി. അപ്പൊ അസ്തഗ്ഫിറു എന്ന് പറയുന്നത് അവസാനത്തിന് മുമ്പ് എന്തായിരിക്കും? കസ്ര വരുള്ളൂ. അസ്തഹിമ്മു. അപ്പൊ ഇവിടെ ഷദ്ദ് ഒന്നുകൊണ്ടുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അപ്പൊ അവസാനത്തെ മുമ്പുള്ള അവസാനത്തെ ഹർക്കത്തായും തൊട്ട് മുമ്പ് ഇസ്തഹമ്മ യസ്തഹിമ്മു, അസ്തഹിമ്മു കുല്ല സബാഹി. എന്താർത്ഥം? ഞാൻ എല്ലാ ദിവസവും രാവിലെ എല്ലാ രാവിലെയും ഞാൻ കുളിക്കുന്നു, എല്ലാ പ്രഭാതത്തിലും. അപ്പൊ ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽ ഏതാവുന്നത് ഇവിടെ? അസ്തഹിമ്മു. അസ്തഹിമ്മു എന്ന പേര് ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽ പെട്ടതാണ്. അതാണ് എടുത്ത് എഴുതാൻ പറഞ്ഞത്. അസ്തഹിമ്മു ഇസ്തഗ്ഫറ ഗ്രൂപ്പിലുള്ള രൂപമാണ്. ഇസ്തഗ്ഫറ ഗ്രൂപ്പിലുള്ള ക്രിയയും ഇസ്തഗ്ഫറയിലെയും അതിന്റെ മുസ്തഖാത്ത്, അതിൽ നിന്നും വേർപിരിഞ്ഞുണ്ടാകുന്നതുമായ ക്രിയകൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അസ്തഹിമ്മു എന്നത് ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്. അത് മുളാരിയാണ്. ഇസ്തഅജർതു ഹാദിഹി ഷഖ്ഖത ബി15,000 റിയാൽ. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം? അതെ, ഇത് രണ്ടെണ്ണം പറഞ്ഞു. ഇത് രണ്ടു മാത്രം പറഞ്ഞു. അപ്പൊ എന്താ അർത്ഥം?
استأجرت هذه الشقة ب15,000 ريال. ب15 ألف ريال. എന്താർത്ഥം? 1500. 15,000 എന്ന് പറഞ്ഞാൽ 1500. 15,000. 15,000 15,000. 15,000 അതെ. 15,000 റിയാലിന് ഞാനിത് ഇസ്താജർത്തു വാങ്ങിനാ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചിട്ട് എന്തായി? അന്നേരം പോകാൻ സമയമായതുകൊണ്ട് പറഞ്ഞൊന്നും കേട്ടില്ല. റെന്റിനെടുത്തുന്നാ? ഇസ്താജറ റെന്റെടുത്തു. ഇസ്താജർത്തു ഞാൻ റെന്റെടുത്തു. ആദിഹി ഷഖ്ഖത ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്. ب15,000 റിയാൽ 15,000 റിയാലിന്. അസാലിസ്. അപ്പൊ ഏതാണ് ഇസ്തിഗ്ഫാർ ഗ്രൂപ്പിലെ ക്രിയ? ഇസ്താജർത. ഇസ്താജർത്തു. ഇസ്താജർത്തു. അപ്പൊ അവിടെയുള്ള ഹംസ ഉണ്ടോ? ഹംസത്തിൽ വസ്ലായത് കൊണ്ടാണ് ഹംസ എഴുതാത്തത്. അലിഫിന്റെ ചുവടെ കസ്റ മാത്രം ഇട്ടിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഇസ്തിഗ്ഫാർ ഗ്രൂപ്പിലെ അതെന്താണ്? അതിലെ ക്രിയകൾ ആദ്യത്തെ അലിഫ് അഥവാ ഹംസത്തുൽ വസ്ലാണ്. അതുകൊണ്ട് അതിൽ ഹംസ എഴുതില്ല. അപ്പൊ അസ്തഹിമൂൽ എന്തിനാണ് ഹംസ എഴുതിയത്? അത് മുലാരിയില് മുത്തകല്ലിമിന്റെ ഹംസ ആണത്. അതെ, മുലാരിയില് മുത്തകല്ലിമിന്റെ മുഫ്രദിന്റെ ഹംസ ആണ്. ഞാൻ പ്രവർത്തിക്കുന്നു എന്ന്. അപ്പൊ അഫ്അലുവിലുള്ള ഹംസ അവിടെ ഉണ്ടാവും. അസ്തഹിമു. അസാലിസ് യസ്തമിറുൽ ഇംതിഹാനു യൗമൈനി. ഇസ്തമറ എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞെന്ന് തോന്നല്ലോ. എന്താ പറഞ്ഞത്? ഇസ്തമിറു എന്താ? നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂ. ഇസ്തമറ എന്ന് പറഞ്ഞാൽ തുടർന്നു. ഇസ്തമറ എന്ന് പറഞ്ഞാൽ തുടർന്നു എന്നാണ് കേട്ടോ. ഇസ്തമറ യസ്തമിറു. അപ്പൊ യസ്തമിറുൽ ഇംതിഹാനു യൗമൈനി. പരീക്ഷ 2 ദിവസം തുടരും. 2 ദിവസം തുടരുന്നു. അതിനാണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഏതാണ് ക്രിയ? യസ്തമിറു എന്നതാണ് ഇസ്തിഗ്ഫാർ ഗ്രൂപ്പിലെ ക്രിയ. അടുത്തത് അറാബി. ഇസ്തഇദ്ദു ലിൽ ഇംതിഹാനി ഫഇന്നഹു ഖരീബുൻ ജിദ്ദൻ. ഇസ്തഇദ്ദു. അപ്പൊ ഇസ്തഅദ്ദ യസ്തഇദ്ദു. അതിന്റെ കൽപ്പനയാണ് ഇസ്തഇദ്ദു. എന്താർത്ഥം? നിങ്ങൾ തയ്യാറാകൂ. ഇസ്തഇദ്ദു നിങ്ങൾ തയ്യാറാകൂ. ഇസ്തഅദ്ദ തയ്യാറായി. ഇസ്തഇദ്ദു ലിൽ ഇംതിഹാനി. ഗെറ്റ് റെഡി. അടുത്തത് അൽ ഖാമിസ്. ഇസ്തസ്ലമൽ മുജ്രിമു ലിശുർത്തതി. ഇസ്തസ്ലമ. അസ്ലമ എന്ന് പറഞ്ഞ അസ്ലമയുടെ അർത്ഥം എന്താ? കീഴൊതുങ്ങി. അപ്പൊ ഇസ്തസ്ലമ എന്ന് പറഞ്ഞാലോ? കൂടുതൽ കീഴടങ്ങി. മുജ്രിമും കീഴടങ്ങി. മുജ്രിമാരാ? മുജ്രിമാരാ? കുറ്റവാളി കീഴടങ്ങി. ലിശുർത്തതി. പോലീസിന് കീഴടങ്ങി. കുറ്റവാളി പോലീസിന് കീഴടങ്ങി.
ഇസ്ലാം സ്വീകരിച്ചു എന്ന അർത്ഥത്തിൽ ഇസ്തസ്ലമ ഉപയോഗിക്കും കേട്ടോ. ഇസ്തസ്ലമ ഇസ്ലാം സ്വീകരിച്ചു, അതായത് അസ്ലമ കീഴടങ്ങി. ഇസ്തസ്ലമ എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാം ആയി, മുസ്ലിം ആയി എന്ന അർത്ഥത്തിലും വരും. ഇവിടെ എന്താണ്, അതിന്റെ അക്ഷരാർത്ഥത്തിലാണ് ഇസ്തസ്ലമ ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്തസ്ലമ സറണ്ടർ, സറണ്ടർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അർത്ഥം. ഇന്നലെ നൗഫല് വാക്കർത്തം കഴിച്ചപ്പോ താങ്ക്സ് ഒക്കെ പറഞ്ഞല്ലോ, ജസാക്കല്ലാ ഹൈറൊക്കെ പറയുന്നത് വായിച്ചു നോക്കില്ല? വായിച്ചു നോക്കി, പക്ഷെ പഠിച്ചിട്ടില്ല. വായിച്ചു നോക്കി, പഠിക്കാൻ സമയമില്ല. അല്ല, അത് നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പഠനം ഒരു ടാസ്ക് ആയിട്ട് എടുക്കരുത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്നുള്ള സംഭവം ചിന്തിക്കണം. അപ്പൊ നമുക്ക് എന്താവും, പെട്ടെന്ന് അർത്ഥം കിട്ടും. ഇസ്തസ്ലമ എന്ന് പറഞ്ഞാൽ അസ്ലമയിൽ നിന്ന് വന്നാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്തായി, ഇസ്തസ്ലമ കീഴടങ്ങുക, സറണ്ടർ ആവുക എന്നൊക്കെ പറയും. പിന്നെ നമുക്കത് ഓർമ്മിച്ചേക്കാൻ, ഞാനിപ്പോ ഇതിന്റെ അർത്ഥം ഇതില് ഇപ്പൊ ഈ ലാസ്റ്റിൽ അവസാനം പറഞ്ഞപ്പോഴാണ് സറണ്ടർ എന്ന ഇംഗ്ലീഷ് വാക്ക് വെച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ മീനിങ് അതിൽ എന്താ കൊടുത്ത് ഞാൻ നോക്കിയത്. ബാക്കി ഇസ്തസ്ലമ അല്ല മുജിരിമുലി ഷുർത്ത എന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയതാണ് ഷുർത്തയ്ക്ക് കൊണ്ടയായി കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ സ്വയം അയാളെന്താ കീഴടങ്ങി എന്നാണ്. അപ്പൊ അതിന്റെ ആശയം നമുക്ക് മനസ്സിലാവും. അങ്ങനെ പഠിക്കണം. ഇസ്തമറ എന്ന് പറഞ്ഞാൽ മറയുമായി ബന്ധപ്പെടുത്താൻ ഞാൻ പറഞ്ഞു. ഇസ്തമറ അപ്പൊ നടന്നുകൊണ്ടേയിരുന്നു. അജർ ഇസ്തജർത്തു അപ്പൊ അജർ വാങ്ങി കൊടുത്തു, അജർ കൊടുത്ത് വാങ്ങി, കൂലി കൊടുത്ത് വാങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ വാടകയ്ക്ക് എടുത്തു. എങ്ങനെ വാങ്ങി മനസ്സിൽ വെച്ചാൽ നമുക്ക് ആശയം കിട്ടും. അതിന്റെ യഥാർത്ഥ വക്കാബിലിറ്റി കിട്ടിയില്ലെങ്കിലും നമുക്ക് ആശയം ഉൾക്കൊള്ളാൻ പറ്റും. അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള വാക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് ആശയം മനസ്സിലാവും. അപ്പൊ ഇസ്തഹമ്മ, ഹമ്മാമ് ഓർമ്മിക്കുക, ഹമ്മാമ് ആദ്യം പഠിച്ചല്ലോ. അപ്പൊ ഇസ്തഹമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഹമ്മാമ് ഇപ്പൊ എന്താ ചെയ്യുന്നത്, അത് ചെയ്തു. അതേപോലെ അടുത്തത് അപ്പൊ ഇസ്തസ്ലമ എന്നതാണ് അവിടെയുള്ള ക്രിയ. അസാദിസ് യുസ്തഹബ്ബുൽ ഗുസ്ലു, യുസ്തഹബ്ബുൽ ഗുസ്ലു ലിൽ ഇഹ്റാം. യുസ്തഹബ്ബു എന്തായി, ഇസ്തഹബ്ബ എന്നതാണ് അതിന്റെ മാളി. കൂടുതൽ ഇഷ്ടപ്പെട്ടു അല്ല, കൂടുതൽ ഇഷ്ടപ്പെട്ടു, കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷെ അത് ഇത് ഒരു കർമ്മശാസ്ത്ര പദമാണ്. നേരത്തെ പറഞ്ഞത് ഇസ്തസ്ലമ ഒരു സിവിൽ എന്താന്ന് പറയാ, കോടതി വാക്കാണ്, നിയമപരമായിട്ടുള്ള ഒരു വാക്കാണ് ഇസ്തസ്ലമ. അത് വന്നപ്പോഴാണ് അവിടെ സറണ്ടർ എന്ന മീനിങ് വന്നത്. അതേപോലെ ഇസ്തഹബ്ബ എന്നത് കർമ്മശാസ്ത്രപരമായ ഒരു പദമാണ്. അതെ, മജ്ഹൂലാണ്. യുസ്തഹബ്ബു, ഇസ്തഹബ്ബ, ഇസ്തഹബ്ബ എന്ന് പറഞ്ഞാൽ സുന്നത്തായി എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. അതായത് മുസ്തഹബ് എന്ന് പറയും. സുന്നത്തായ പദത്തിന്, സുന്നത്തായ വാക്ക്, പിന്നെ കർമ്മത്തിന് മുസ്തഹബ് എന്ന് പറയും. മുസ്തഹബ്. അപ്പൊ ആ അർത്ഥത്തിലാണ് യുസ്തഹബ്ബു അൽ ഗുസ്ലു, കുളി സുന്നത്താക്കപ്പെടും. ലിൽ ഇഹ്റാം, ഇഹ്റാം ചെയ്യുന്ന ആൾക്ക്. ഇഹ്റാം എന്താ, ആ ഇഹ്റാമും എന്താണ്, കർമ്മശാസ്ത്ര പദമാണ്. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നതാണ്, അല്ല തക്ബീറത്തുൽ ഇഹ്റാം അല്ല. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്ന ആൾക്ക് എന്താണ്, ഗുസ്ല് സുന്നത്താക്കപ്പെടും. അപ്പൊ ഇസ്തഹബ്ബ എന്ന് പറഞ്ഞാൽ സുന്നത്തായി എന്നർത്ഥം. എന്താ എഴുതിയിരിക്കുന്നത്, ഇസ്തഹബ്ബ. ഓക്കെ, ഇസ്തഹബ്ബ ടു ബി ഡിസൈറബിൾ. ഡിസൈറബിൾ ശരിക്കും അത് കർമ്മശാസ്ത്രപരമായി വരുമ്പോഴത്തേക്ക് എന്താണ്, അതാണ് മുസ്തഹബ് എന്ന് പറയുന്നത്. ഫർള്, മുസ്തഹബ്, അതായത് സുന്നത്തിന്റെ അടുത്തുള്ളതാണ് മുസ്തഹബ്. ഏകദേശം തുല്യത്ത് തന്നെയാണ്, ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളേ ഉള്ളൂ.
അടുത്തെന്താ? അപ്പൊ ഇസ്തഹബ്ബ യസ്തഹിബുവിന്റെ യസ്തഹിബു എന്നതിന്റെ എന്താണ്? മജ്ഹൂലാണ് യുസ്തഹബ്ബു. യുസ്തഹബ്ബു അൽ ഗുസ്ലു. യുസ്തഹബ്ബു എന്ന് മജ്ഹൂലായിട്ട് വന്നത് കൊണ്ടാണ് അൽ ഗുസ്ലു എന്ന് നമ്മൾ ഗുസ്ലിന് ചെയ്തത് റഫ് ചെയ്തത്. കുളി കുളി ഇസ്തിഹ്ബാബാകപ്പെടും, മുസ്തഹബാക്കപ്പെടും. ഇഹ്റാം ചെയ്യുന്നതിന്. അസ്സാബിഅ ലാ യജൂസുൽ ഇസ്തിആനതു ബിഗൈരില്ലാഹി. ലാ യജൂസുൽ ഇസ്തിആനതു ബിഗൈരില്ലാഹി. അപ്പൊ എന്തായി? അതിന്റെ ഇസ്തിആന നമ്മൾ പഠിച്ചായിരുന്നു. ഇസ്തിആന എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ടോ? അതെ, പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചു? മറ്റേ ഞങ്ങൾ സഹായം തേടുന്നു. അപ്പൊ ഇസ്തിആന യസ്തഈനു ഇസ്തിഗ്ഫാർ ഗ്രൂപ്പിലുള്ള ക്രിയയാണത്. അതിന്റെ എന്താണ് ഇസ്തിആനത്ത്? ക്രിയാധാതു അൽ ഇസ്തിആനത്ത്. അപ്പൊ അവിടെ താനും കസറുണ്ടെന്നും നമ്മൾ നോക്കണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്തിഗ്ഫാർ യസ്തഗ്ഫിറു ഇസ്തിഗ്ഫാറുൻ. അപ്പൊ ഇസ്തിആനത്തുൻ അൽ ഇസ്തിആനത്തു അൽ ഇസ്തിആനത്തു കേട്ടോ. ബിഗൈരില്ലാഹി അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സഹായം തേടൽ അനുവദനീയമല്ല. യജൂസുൽ ഇസ്തിആനതു ബിഗൈരില്ലാഹി. അന മുസ്തഇദ്ദുൻ ലിസ്സഫർ. നേരത്തെ പറഞ്ഞു ഇസ്തഅദ്ദ എന്നതിന്റെ മുസ്തഇദ് വരുമ്പോ എന്തായി? കർത്തൃനാമം. ഇസ്മുൽ ഫാഇൽ. ഇസ്മുൽ ഫാഇലാണ് മുസ്തഇദ്ദുൻ. ഐ ആം റെഡി ലിസ്സഫർ. ഐ ആം റെഡി ഫോർ ദ ട്രാവൽ. അർജു ലക മുസ്തഖ്ബലൻ ജാഹിറൻ. അർജു ലക മുസ്തഖ്ബലൻ ജാഹിറൻ. അർജു എന്താ? ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ താല്പര്യപ്പെടുന്നു. താങ്കൾക്ക് മുസ്തഖ്ബലൻ ജാഹിറൻ. മുസ്തഖ്ബൽ എന്താണ്? ഫ്യൂച്ചർ. ഇസ്തഖ്ബല അഭിമുഖീകരിച്ചു എന്നാണ്. അതിനാണ് നമ്മൾ റിസപ്ഷൻ എന്നൊക്കെ ഇസ്തിഖ്ബാൽ റിസപ്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോ നമ്മള് ഫിഅലിന് ആദ്യം എന്ത് ചെയ്യും? മാളി മുലാരി അമ്ര ഇങ്ങനെ തിരിക്കും. പിന്നെ മുലാരിനെ എന്ത് ചെയ്യും? ഫിഅല് മുലാരിനെ രണ്ടായിട്ട് തിരിക്കും. ഫിഅല് മുലാരിനെ രണ്ടിനുണ്ട്. എന്താണ്? ഒന്ന് ഹാല്, പിന്നെ ഒന്ന് മുസ്തഖ്ബല്. ഫിഅല് മുലാരി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും. പ്രവർത്തിച്ചു അല്ല, പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും. അപ്പൊ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഹാല്, പ്രവർത്തിക്കും എന്ന് പറയുന്നത് മുസ്തഖ്ബൽ. അതാണ് ഭാവി, ഭാവി കാലം. എന്താണ് സാഹിർ എന്ന് പറഞ്ഞാൽ? ബ്രൈറ്റ് ആയിട്ടുള്ള, തിളക്കമുള്ള. ബ്രില്യന്റ് എന്നും കൊടുത്തിട്ടുണ്ട്. ബ്രില്യന്റ് ഓർ ബ്രൈറ്റ്. നിനക്ക് നല്ല നല്ല ഭാവി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആശംസിക്കുന്നു. അർജുലക മുസ്തഖ്ബലൻ സാഹിറൻ. അലാഷിർ വഫി തൻസീൽ. തൻസീലിലുണ്ട്, അഥവാ ഖുർആനിലുണ്ട്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. അപ്പൊ ഇവിടെ ഏതാണ് ക്രിയ? ഇസ്തിഗ്ഫാർ ഗ്രൂപ്പിലുള്ള ഉസ്ജുദു ആണല്ലേ? അവിടെ സീനുണ്ട്, പിന്നെ ഹംസ ഉണ്ടോ?
പിന്നെ തായുണ്ടോ? തായില്ല. ഇസ്തക്ബറ ഇല്ലേ? ഇസ്തക്ബറയാണ്. ഉസ്ജുദു എന്ന് പറയുന്നത് സീന് ജീമ് ദാല് റൂട്ട് വേർഡ്സ് അല്ലേ, റൂട്ട് ലെറ്റേഴ്സ് അല്ലേ. വൈഖുൽനാലിൽ മലായിക്കത്തി യസ്ജുദൂ ലി ആദം, നമ്മൾ അൽ ബക്കറയിൽ പഠിച്ചിട്ടുണ്ട്. മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിനെ സുജൂദ് ചെയ്തു. ഫസജദൂ, അപ്പോൾ അവർ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, എക്സെപ്റ്റ് ഇബ്ലീസ് ഒഴികെ. അബാ എന്താർത്ഥം? വിസമ്മതിച്ചു, റെഫ്യൂസ്ഡ്. വസ്തക്ബറ, അവൻ എന്ത് ചെയ്തു? ഇസ്തക്ബറ, കിബിർ നടിച്ചു. ഇസ്തക്ബറ, ടു ബി പ്രൗഡ് ആൻഡ് ഹോട്ടി. അയാൾ എന്ത് ചെയ്തു? അഹംഭാവം നടിച്ചു. വക്കാന മിനൽ കാഫിരീൻ, അവൻ നന്ദി കെട്ടവരിൽ പെട്ടവനായിരുന്നു. അവിടെ കുഫ്ർ എന്താ? നന്ദികേട, കുഫർ. അപ്പൊ അവിടെ എന്താണ്? ഇസ്തക്ബറ. നേരത്തെ പറഞ്ഞത് ഇസ്തക്ബല. ഇസ്തക്ബല ഇസ്മ ഫാഇൽ, ഇവിടെ ഇസ്തക്ബറയുടെ മാളി. അൽ ഖാമിസ്, ഇസ്തൽഖൈതു അലാ ഖഫായ ലികൈ അസ്തരീഹ. ഇസ്തൽഖൈതു അലാ ഖഫായ, ഞാൻ എന്ത് ചെയ്തു? മലർന്ന് കിടന്നു. ലിക്കൈ അസ്തരിഹ, പെരടിയിൽ കിടന്നു എന്നല്ലേ പറഞ്ഞത്? അതാണ് മലർന്ന് കിടന്നു എന്ന് പറഞ്ഞത്. ലിക്കൈ അസ്തരിഹ. അസ്തരിഹ ഇസ്തറാഹയിൽ പെട്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് കൈയുടെ പ്രയോഗമാണ്. കൈ, ലിക്കൈ അസ്തരിഹ. കൈ ഏതിൽപ്പെട്ടതാണ്? അല്ലൻ ഇതൻ കൈ. ഇതൻ കൈ. അപ്പൊ എന്താണ്? നവാസിബാണ്. നവാസിബ് എന്ന് പറഞ്ഞാൽ നസ്ബ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ, നസ്ബ് ചെയ്യുന്ന ഉപകരണം. നസ്ബ് ചെയ്യുന്ന നവാസിബ്, നാസിബ് എന്ന് പറയുമ്പോൾ നസ്ബ് ചെയ്യുന്ന ആൾ ഇസ്മുൽ ഫാഇലാണ് കേട്ടോ. നസ്ബ് ചെയ്യുന്ന പദമാണത്. മിൻ നവാസിബിൽ മുളാരിഇ. ആർക്കാണ് നസ്ബ് ചെയ്യുന്നത്? ഇസ്മിന് നസ്ബ് ചെയ്യുന്നതല്ല, ഫിഅൽ മുളാരിഇ നസ്ബ് ചെയ്യുന്നതാണ്. നസ്ബ് രണ്ട് തരത്തിൽ വരും. ഒന്ന് ഇസ്മിന് വരും, പിന്നെ ഫിഅലിന് വരും. ഫിഅലിന് വരുമ്പോൾ ഫിഅൽ മുളാരിഇനാണ് വരിക. അപ്പൊ അതുകൊണ്ടാണ് മിൻ നവാസിബിൽ ഫിഅലിൽ നവാസിബിൽ മുളാരിഇ. ഫിഅലിൽ മുളാരി എന്നാണ് പറയേണ്ടത്. മുളാരി എന്ന് പറഞ്ഞാൽ ഫിഅൽ മുളാരി എന്നാണ്. മിൻ നവാസിബിൽ മുളാരിഇ, അത് മുളാരിഇനെ നസ്ബ് ചെയ്യുന്ന ഇനത്തിൽപ്പെട്ടതാണ്. വയുസമ്മ ഹർഫ മസ്ദരിയ വനസ്ബിൻ വസ്തിഖ്ബാലിൻ. അപ്പൊ ഈ കൈയിലെ പേരെന്താ? ആ കൈക്ക് പറയപ്പെടുന്നത് ഹർഫ മസ്ദരിയ. ഹർഫ മസ്ദരിയ അതെന്താണ്? ക്രിയാധാതുവിന്റെ ഹർഫാണ്. ക്രിയാധാതുവിന്റെ അർത്ഥമാണ് വരിക. കൈ അസ്തരിഹ, എനിക്ക് വിശ്രമം ഉണ്ടാകുന്നതിന് വേണ്ടി. നസ്ബിൻ, അപ്പോ അതേപോലെ നസ്ബ് ചെയ്യുന്നതുമാണ്. വസ്തിഖ്ബാലിൻ, അതേപോലെ എന്താണ്? ഭാവിയെ സൂചിപ്പിക്കാനുള്ളതുമാണ്. അപ്പൊ കയ്യിലെ ഉപയോഗം മനസ്സിലായില്ല. ഒന്നെന്താണ്? ക്രിയാധാതുവിന്റെ മീനിങ് വരും, പിന്നെ ഒന്ന് നസ്ബ് ചെയ്യും, അതേപോലെ ഭാവിയെ സൂചിപ്പിക്കും. ഇത്രയും വരുന്നതാണ്. അതാണ് അതിന്റെ പേര്. ഹർഫ മസ്ദരിയ വനസ്ബിൻ വസ്തിഖ്ബാലിൻ. لأنها تجعل ما بعدها في تأويل مصدر. لأنها എന്തുകൊണ്ടെന്നാൽ അത് തജഅലു അതാക്കും മാ ബഅദഹ. മാ ബഅദ എന്ന് പറഞ്ഞാൽ ശേഷമുള്ളതായ. അപ്പൊ മാ ബഅദയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മാ ഖബല.
മാ ഖബല മുമ്പുള്ളത്, മാ ബഅദ ശേഷമുള്ളത്. മാ ബഅദ അതിന് ശേഷമുള്ളതിന് എന്ത് ചെയ്യും? ഫീ തഅവീലി മസ്ദരിൻ, ഫീ തഅവീലി മസ്ദരിൻ, അത് മസ്ദറിന്റെ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകും, ആക്കും. ലികൈ അസ്തരിഹ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്രമത്തിന് വേണ്ടി. ഫതഅവീലുൽ മിസാലി സാബിഖ്, ഫതഅവീലുൽ മിസാലി സാബിഖ്. അപ്പൊ നേരത്തെ പറഞ്ഞ മിസാൽ എന്താണ്? പോലെ. ഉദാഹരണം. മിസാലി സാബിഖ്, സാബിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് പറഞ്ഞു? മിസാലി സാബിഖ് എന്ന് പറഞ്ഞാൽ മാബഅദയുടെ ഓപ്പോസിറ്റ്, മുൻകടക്കുന്നവര്, മുമ്പ് മാ പറഞ്ഞത്. ഖബല. മിസാൽ മാ ഖബല, സാബിഖ് മുൻകടന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളത്. മാ ഖബല നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ഇസ്തൽഖൈതു അലാ ഖഫായ ലിൽ ഇസ്തിറാഹത്തി, വിശ്രമത്തിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്? കിടന്നത്. എന്നർത്ഥം വരും. വൽ ഗാലിബു അൻ തസ്ബിഖഹ ലാമുൽ ജർരി. വൽ ഗാലിബു ഓഫൻ. ഗാലിബ് എന്ന് പറഞ്ഞാൽ എന്താ? ഗാലബ അതിജയിച്ചു. ഗാലിബ് മിക്കപ്പോഴും ഉണ്ടാകും. വൽ ഗാലിബു അധികമായും ഉണ്ടാകും. ഗലബ അതിജയിച്ചു. ഗാലിബ് മിക്കവാറും അധികമായും. അൻ തസ്ബിഖഹ അതിനെ മുൻകടക്കും. ഏതിനെ? കയ്യെ. ലാമുൽ ജരി, കെസറിന്റെ ലാമ്, ജെറിന്റെ ലാമ് മുൻകടക്കും എന്ന് പറഞ്ഞാൽ ലിക്കൈ എന്ന് പറഞ്ഞില്ലേ, ലീ മുൻകടക്കും, മിക്കവാറും ഉണ്ടാകും. അല്ലതി തുഫീദു തഅലീൽ, ലാമു തഅലീൽ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, കാരണം പറയുന്ന ലാമ്, അത് അതിനെ മുൻകടക്കും. അങ്ങനെയാണ് ലിക്കൈ എന്ന പ്രയോഗം വന്നത്. ഫഇല്ലം തസ്ബിഖഹ ഫഹിയ മുഖദ്ദറത്തുൻ. അങ്ങനെ ഒരു ലീ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? മുഖദ്ദറത്തുൻ, സാങ്കല്പികമായിരിക്കും. ഖദ്ദറ എന്ന് പറഞ്ഞാൽ തഖ്ദീറാക്കി, വിചാരിച്ചു എന്ന് കേട്ടാ. ഖദ്ദറ എന്ന് പറഞ്ഞാൽ ഖദ്റാക്കി എന്ന് അർത്ഥമുണ്ട്. ഇവിടെ എന്താണ് വ്യാകരണത്തിൽ വരുമ്പോ ഖദ്ദറ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചു, കണക്കാക്കി. അങ്ങനെ വിചാരിക്കണം. എന്ത്? രാമ മറിഞ്ഞ് ലീ എന്നുള്ളത് മറിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ലീ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കണം. ഇതാ ദഖലത്തിൽ നാഫിയത്തു അലൽ ഫിഅലി. ഇനി അവിടെ ലൻ നാഫിയത്ത്, ലാ അൻ നാഫിയത്ത് ഒന്നാണ്. നാഫിയത്തിന്റെ ലാ എന്താണ്? നഹി അല്ല, രണ്ട് ലായുണ്ട്. സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്ന ലായുണ്ട്, പ്രൊഹിബിഷന്റെ ലായുണ്ട്. അപ്പൊ നാഫിയത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്ന ലാ. നാഹിയത്ത് എന്ന് പറഞ്ഞാൽ നെഹ, അമ്രിന്റെ ഓപ്പോസിറ്റ് ആണ് നെഹ. അമറ കൽപ്പിച്ചു, നെഹ വിലക്കി. ഇപ്പൊ നാഫിയത്ത് എന്ന് പറഞ്ഞാൽ ലാ തഫ്അൽ എന്ന് പറയുന്നതാണ് നാഹിയത്ത്. അപ്പൊ ലാ തഫ്അൽ എന്ന് പറയുന്നതിന്റെ അവസാനം സുക്കൂനായിരിക്കും, ജസ്മി ചെയ്തിട്ടായിരിക്കും വരിക. ലാ തഫ്അൽ, ലാ തഫ്അലൂ, അവിടെയൊക്കെ എന്തായിരിക്കും? ഒന്നുകിൽ നൂന് മറിഞ്ഞ് ജസ്മിയും, അല്ലെങ്കിൽ നൂന് കളഞ്ഞ് ജസ്മിയും, അല്ലെങ്കിൽ സുക്കൂൻ കൊടുത്ത് ജസ്മിയും. ലാ തഫ്തഹ്, ലാ തഫ്തഹു എന്ന് പറയും. അതേ സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ലായാണെങ്കിൽ ബാക്കി അവിടെ ഉണ്ടാവും, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ലായാണ് നെഗറ്റീവ് ആക്കുന്ന, സെന്റൻസിനെ വാക്യത്തിന് നെഗറ്റീവ് ആക്കുന്ന ലാ. നാഫിയത്തു അലൽ ഫിഅലി, ഫെയിലിന്റെ കൂടെ ലാ വന്നാൽ എന്ത് ചെയ്യും?
അലൽ ഫഅലി കുതിബത് മുത്തസിലതൻ ബികൈ. അപ്പോ ഫേലിന്റെ കൂടെ അല്ല അത് എഴുതുക. ലിക്കൈ ലാ അഫ്അല എന്നല്ല എഴുതുക. ലിക്കൈ ലാ അഫ്അല കൈയുടെ കൂടെ ചേർത്തായിരിക്കും എഴുതുക. ലിക്കൈല ഖുറാനിലുണ്ടല്ലേ അങ്ങനെ കൈല എന്നുള്ളത്. അപ്പൊ നമ്മൾ കൈലാന്ന് പറഞ്ഞാൽ രണ്ട് കൈല് എന്ന് വിചാരിക്കരുത്. കൈലിന് ഒരു കൈല്, കൈലാണി രണ്ട് കൈല്. ലിക്കൈല തഹ്സനു അലാ മാ ഫാതകുന്നുണ്ടല്ലോ ഖുറാനില്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കളയരുത്. അപ്പൊ ലാ ഏതാണ്? ലാ ഫേലിന്റെ കൂടെ ഉണ്ടാകേണ്ട ലായാണ്. ഇത് കൈയുടെ കൂടെ ചേർത്തിട്ടായിരിക്കും എഴുതുക. കുത്തിബത്ത് അത് എഴുതപ്പെടും. കുത്തിബത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മാവിയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്താണ് അതിന്റെ ആശയത്തിൽ ലീ കൈല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ലീ കൈല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഇതാ ദഖലത്ത്. ശ്രദ്ധിക്കുക. ഇതാ ദഖലത്ത് ലൻ നാഫിയത്തു, നഫിയുടെ ലാ വന്നാൽ അലൽ ഫേലി, ഫേലിനോടൊപ്പം വന്നാൽ കുത്തിബത്ത് അത് എഴുതപ്പെടും. അപ്പൊ ഇതാ ഞാൻ പറയുന്നതിനായി സന്ധ്യ. അപ്പൊ ഇങ്ങനെ വന്നാൽ എന്ന് പറഞ്ഞപ്പോ എന്തായാലും ഇതാ ദഹലത്ത് വന്നാൽ കുത്തിബത്ത് എഴുതപ്പെടും എന്നാണ്. നാളെയായിട്ടാണ് പ്രയോഗം, പക്ഷെ മീനിങ് മുത്തസിലത്തൻ ബി കൈ. അപ്പൊ കൈലയുടെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞു ഇത്ര നേരം? കുറെ നേരം പറഞ്ഞു കൈലയുടെ അർത്ഥം. ആകാതിരിക്കാൻ വേണ്ടി, കൈ ആകുന്നതിന് വേണ്ടി. കൈല എന്ന് പറഞ്ഞാൽ ആകാതിരിക്കുന്നതിന് വേണ്ടി. ആ ലാ അഫ്അലു എന്ന ഫെയിലിനോടൊപ്പമാണ് ലാ ഉണ്ടാകേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും കൈ വേറെയും ലാ വേറെയും ഫേല് വേറെയും അല്ലേ എഴുതേണ്ടത്. അങ്ങനെയല്ലേ പദത്തിന്റെ ഘടന. കൈ എന്നത് ഒരു പദമാണ്, ലാ എന്നത് വേറൊരു പദമാണ്, ഫേല് വേറൊരു പദമാണ്, പിന്നീട് വരുന്ന ഫേല് വേറെ പദമാണ്. അതേസമയം കൈയുടെ പ്രയോഗത്തിൽ ലാ വന്നാൽ, കൈ പ്രയോഗിച്ച സെന്റൻസിൽ ലാ വന്നാൽ, അതല്ല അതിന്റെ കൂടെയുള്ള ഫേലിനോടൊപ്പം എന്ന് പറഞ്ഞാൽ അത് അവിടെ ലാ ഉള്ള ഫേലാണെങ്കിൽ എവിടെ ആയിരിക്കും എഴുതുക? ലാ കൈയുടെ കൂടെ ചേർത്തായിരിക്കും എഴുതുക. കൈക്ക് ശേഷം ലീ കൈല. കൈക്ക് ശേഷം ഞാൻ പറഞ്ഞത് അല്ല, ലീ കൈല എന്താ പറഞ്ഞത്? കൈന്റെ ഒപ്പം ചേർത്ത് എഴുതും. ചേർത്താണ് എഴുതുക. അല്ലെങ്കിൽ എങ്ങനെയാ വരേണ്ടത്? ശേഷം അതിനെ ഒന്നിച്ചെന്നെ. അല്ലെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്? ലാ കൈ. കൈയും ലായും ഫേലും മൂന്ന് ഘടകമാണ് എന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പൊ യഥാർത്ഥത്തിൽ മൂന്നായിട്ടാണ് വരേണ്ടത്. പക്ഷേ കൈയുടെ കൂടെ ഈ കൈയുടെ കൂടെ ഉപയോഗിക്കുന്ന ഫേലില് ലാ വന്നാൽ അത് ലാ വേറെ അല്ല എഴുതുക, കൈയുടെ കൂടെ ചേർത്തായിരിക്കും എഴുതുക. അപ്പൊ എന്തിനാ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൈല എന്ന് പറഞ്ഞാൽ കൈലാനി രണ്ട് കൈലെന്ന് വിചാരിച്ചു കളയും. അതെ. അതിനാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ കൈലയുടെ മീനിങ് എന്താണെന്ന്? അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തു? പെണ്ണുണ്ടല്ലേ കയ്യില്? പെണ്ണുണ്ടോ? പെൻസിലുണ്ട്. ഉസ്താദിലൊക്കെ എങ്ങനെ കാണുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. കുട്ടികളുടെ അസുഖം. നിങ്ങൾ വേറെ പണിക്കൊന്നും പോയില്ലെങ്കിൽ പിന്നെ ഇത് എഴുത്തായിരിക്കും പണി. അതുകൊണ്ടാണ് ശ്രദ്ധ പറ്റുന്നത്. ഓക്കെ. അപ്പൊ എന്താ ഉദാഹരണം? നഹ്വ് ഫോർ എക്സാമ്പിൾ, അസ്ര ലികൈലാ തതഅഖറ അനി ദർസ്. അസ്രന്റെ അർത്ഥം എന്താ? വേഗത്തിലാക്കി. അസ്ര ക്വിക്ലി or be quick. ലികൈലാ തതഅഖറ നീ വൈകാതിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ ലാ എവിടെ എഴുതി? കൈയുടെ കൂടെ ചേർത്ത്. അപ്പൊ അങ്ങനെ ലിക്കൈല വരുന്നിടത്ത് നിങ്ങൾ ഒരുപാടൊന്നും ചിന്തിക്കരുത്.
ലാ എവിടെയുള്ളതാണ്? സ്വതന്ത്രമായിട്ട് എഴുതേണ്ടതാണ്. പക്ഷേ കൈക്കൊരു സംഭവമുണ്ട്, അതിന്റെ കൂടെ അങ്ങ് പിടിച്ചു കളയും. ആ അപ്പോ കൈയുടെ കൂടെ ചേർത്താണ് എഴുതുക. കൈല തതഅഖറ അനി ദർസി, ക്ലാസ്സിൽ നിന്നും വൈകാതിരിക്കുന്നതിന് വേണ്ടി. ക്ലാസ്സിൽ വൈകാതിരിക്കുന്നതിന് വേണ്ടി നീ വേഗത്തിൽ പൊയ്ക്കോ. തഅമ്മൽ അംസലത്തിലാത്തിയ, ശ്രദ്ധിച്ചു വായിക്കുക. കൈയുടെ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. ഇൽതഹഖതു ബിൽ ജാമിഅത്തി. ഇൽതഹഖ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൽതഹഖ ജോയിൻ ചെയ്തു. ലഹിഖ എന്ന് പറയുന്ന പോലെ തന്നെ ഇൽതഹഖ. അപ്പൊ അങ്ങനെ ഇൽതഹഖ ഉപയോഗിക്കുന്നത് സ്കൂളിലും സ്ഥാപനത്തിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് ഇൽതഹഖ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ലഹിഖ എന്നല്ല പറയുക. ലഹിഖ എന്ന് പറഞ്ഞാൽ ചേർന്നു. ഇൽതഹഖ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്തു. ഒന്ന് അതിനടുത്തേക്ക് ചേർന്നതിനാണ് ലഹിഖ പറയുന്നത്. നമ്മൾ പോയി ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുന്നതിന് അങ്ങനെയുള്ള സംഭവത്തിന് എന്ത് പറയും? ഇൽതഹഖ എന്ന് പറയും. ഇൽതഹഖതു ഖാഫിന് സുക്കൂനാണ്. ഇൽതഹഖതു. ഇഖ്തലഫ ഗ്രൂപ്പ് കേട്ടോ. ബിൽ ജാമിയത്തി, ഞാൻ ജാമിയയിൽ ചേർന്നത് എന്തിനു വേണ്ടിയാണ്? ജാമിയ അൽ ഇസ്ലാമിയ, ജാമിയ ഇസ്ലാമിയയിൽ ഞാൻ ചേർന്നത് എന്തിനാണ്? ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചേർന്നത് എന്താണ്? ലികൈ അതഅല്ലമ അൽ-ലുഗത അൽ-അറബിയ്യത വ ഉലൂമദ്ദീൻ. ലുഗത്തുൽ അറബിയയും ഉലൂമുദ്ദീനും പഠിക്കുന്നതിന് വേണ്ടി. ഉലൂമുദ്ദീൻ എന്താ? ദീനി വിജ്ഞാനം പഠിക്കുന്നതിന് വേണ്ടിയും ആണ് ഞാൻ ചേർന്നത്. അപ്പൊ ലിക്കൈ എന്നിടത്ത് എന്ത് ചെയ്തു? ലീയും വന്നു, കൈയും വന്നു. നമ്മൾ പറഞ്ഞു നേരത്തെ ഗാലിബൻ ലീ വരും എന്ന് പറഞ്ഞു, മിക്കവാറും ലീ വരും എന്ന് പറഞ്ഞു. അതിന്റെ ഉദാഹരണമാണ് ലീ കൈ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഹംസ്, രണ്ടാമത്തെ ബ, ഇങ്ങനെ വായിക്കേണ്ടത്. നമ്മൾ ABCD എന്ന് വായിക്കേണ്ടത് അതേപോലെ. ഇജ്തഹിദ് കൈ തൻജഹ. ഇജ്തഹിദ് കൈ തൻജഹ. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ലി തഖ്ദീർ ആക്കണം. ലി കൈ തൻജഹ എന്നാണ്. നീ വിജയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിന്റെ വിജയത്തിന് വേണ്ടി എന്നാണ്. നിന്റെ വിജയത്തിന് വേണ്ടി. കൈ വന്നപ്പോ എന്തായി? മസ്തരിയാണ്. ക്രിയാധാതുവിന്റെ മീനിങ് ആണ് ഇജ്തഹിദ്. പിന്നെ ലീ എന്ത് ചെയ്തിട്ടുണ്ട്? തഖ്ദീർ ആക്കണം. ലി കൈ തൻജഹ. ലീ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ജീം قال أحمد لأخته. قال أحمد لأخته. അഹമ്മദ് ആരോട് പറഞ്ഞു? സഹോദരിയോട്. സഹോദരിയോട് പറഞ്ഞു. ഇബ്ഹസി അൻ ഹാദൽ കിതാബി ഫി മക്തബത്തിൽ കുല്ലിയതിക. ഫി മക്തബത്തി കുല്ലിയതികി. ഇബ്ഹസി എന്ത് ചെയ്യണം? ഇബ്ഹസി എന്താ? ഇബ്ഹസി നീ സെർച്ച് ചെയ്യുക. അൻ ഹാദൽ കിതാബി ഈ പുസ്തകത്തെ. ഫി മക്തബത്തി കുല്ലിയതികി എവിടെ? ലൈബ്രറിയിൽ. കോളേജ് ലൈബ്രറിയില്. നിന്റെ കോളേജ് ലൈബ്രറിയില്. വക്തുബി ഇസ്മഹു ലികൈ ലാ തൻസൈ. ലികൈ ലാ തൻസൈ. എന്താ അങ്ങനെ തൻസൈ വന്നത്? ലികൈൽ നാഫി ലാമുൻ നാഫി. എന്താ? ലികൈല തൻസൈ എന്ന് ഷൈ എന്ന് ഇവിടെ തോന്നുന്നു. യാന് സുക്കൂൻ മാത്രം വന്നത്.
കയ്യില ലീവ് വന്നു. തൻസിയാക്കി സീൻ എങ്ങനെ കസർ വരും? നസിയ യൻസ, നസിയ മറന്നു. യൻസ. അപ്പൊ തൻസ സഹോദരിയോട് പറയുമ്പോ എന്താവും? തൻസി. തൻസൈന. തൻസൈനയിൽ എന്ത് ചെയ്തു? അനീന ഊനയിലെ പോലെ ദിവചനത്തിന്റെ പോയി. നൂന് പോയി. ദിവചനല്ല, സോറി, എന്താ ദിവചനല്ല, അലീന വരുന്നത് പോലെ. അപ്പൊ തൻസൈന എന്നാ വരിക, തൻസീന എന്ന് വരൂല. അലീനയ്ക്ക് പകരം തൻസൈന, നസിയ യൻസ. അങ്ങനെയാണ് നൂന് പോയത്. ലിക്കയില. അപ്പൊ എന്ത് ചെയ്തു? ലാ എന്ത് ചെയ്തു? കൈയുടെ കൂടെ എഴുതി. അങ്ങനെ ലാ കൈയുടെ കൂടെ എഴുതിയതിന്റെ ഉദാഹരണമാണ് ലിക്കയില തൻസൈ. നീ മറക്ക. അപ്പൊ നെസ്പ് ചെയ്തപ്പോഴാണ് ഞാൻ പോയത്. ലിക്കൈല തൻസൈ, നീ മറക്കാതിരിക്കുന്നതിന് വേണ്ടി. നീ മറക്കാതിരിക്കുന്നതിന് വേണ്ടി. ദാൽ. അപ്പോ ഹംസ് ബാ ജീം ദാൽ. ഹംസ് ബാ കഴിഞ്ഞിട്ട് പിന്നെ ജീം എങ്ങനെ വന്നത്? ജീം കഴിഞ്ഞിട്ട് ദാല്, ദാൽ കഴിഞ്ഞിട്ട് പിന്നെ ഹ. അതാണ് ക്രമം. അബജദ് ഹവ്വസ് ഷുത്തി കലമൻ സാഫസ് ഖർഷത് സഖിർ അല്ലാഹ്. ഇങ്ങനെയാണ് അതിന്റെ ക്രമം. ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം അതിന്റെ വാല്യൂസ്. ആദ്യം 9, 1 മുതൽ 10 വരെ വരും. 10 കഴിഞ്ഞിട്ട് പിന്നെ 10, 20, 30, 40, 50, 60, 70, 80, 90, 100 ഇങ്ങനെ വരിക. അപ്പോ അബജദ് ഹവ്വസ്, അതായത് ആൽഫബറ്റിക്കിന് നമ്മൾ അലിഫ്ബാത്ത എന്നതുപോലെ തന്നെ മറ്റൊരു ക്രമം കൂടിയുണ്ട്. ആ ക്രമമാണ് അബജദ് ഹവ്വസ്. 2 ക്രമത്തിലാണ് അക്ഷരമാലയുള്ളത് അറബി ഭാഷയിൽ. 2 ഓർഡറിലാണുള്ളത്. ഒരു ക്രമം നമ്മൾ പഠിക്കുന്ന പോലെ അലിഫ് ബാ ത സ ജീം ഹ ഹ. രണ്ടാമത്തെ ക്രമം അബജദ് ഹവ്വസ് ഹത്തി കലമൻ എന്ന ക്രമം. ആ ക്രമത്തിലാണ് എണ്ണം എഴുതാൻ ഉപയോഗിക്കുന്നത്. ആ ക്രമമാണ് എണ്ണം എഴുതാൻ ഉപയോഗിക്കുന്നത്. അതാണ് അബജദ് ജീം. ജീം ഖാല അഹ്മദ് ലിഅഖ്തിഹി അബു വർദ്. ദാൽ ذهب زملائي إلى السوق لكي يشتروا الحوائج. ذهب زملائي. എന്റെ കൂട്ടുകാരൻ പോയി. കൂട്ടുകാരുകൾ ക്ലാസ്മേറ്റ്സ് പോയി. ഇരസൂക്കി, എവിടെ പോയി? മാർക്കറ്റിൽ പോയി. ലിക്കൈ യഷ്തറൂ, വാങ്ങാൻ വേണ്ടി. അപ്പോ യഷ്തറൂനയുടെ നൂന് പോയി. എന്താ വാങ്ങാൻ പോയത്? അൽ ഹവായിജ. ഹവായിജ് ഹാജത്തില്ലേ, ആവശ്യമുള്ള സാധനങ്ങൾ. ഹാജത്ത് ഹവായിജു, ഹാജത്തുൻ ഹവായിജു. അസാജിദ് വസനിലായപ്പോഴത്തേക്ക് മംനൂഅൻ സർഫായി. യഷ്തറുൽ ഹവായിജ, അൽ ഹവായിജ, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി അവര് സൂക്കിൽ പോയി. അപ്പൊ ഇവിടെ നമ്മളെ പോയിന്റ് നെസ്ബി ചെയ്തപ്പോ നൂന് പോയി. നെസ്ബി ചെയ്തപ്പോ നൂന് പോയി. അത് വേറെ ഒന്നും നോട്ട് ചെയ്യാനില്ല. അസ്രഉ ലികൈല തഫൂതന അത്വാഇറതു, ലികൈല തഫൂതന അത്വാഇറതു. ഫാത യഫൂതു, മിസ്സായി, നഷ്ടപ്പെട്ടു. ലികൈല തഹ്സനു അലാ മാ ഫാതക്കും എന്ന് പറഞ്ഞില്ലേ? ഫാത യഫൂതു, നഷ്ടപ്പെട്ടു. അസ്രഉ, നിങ്ങൾ വേഗത്തിൽ പോകൂ. ലികൈല തഫൂതന. അപ്പൊ എന്താ ഇവിടെ ഉള്ളത്? ലീ ഉണ്ട്, കൈയുണ്ട്, ലായുണ്ട്. ലാ തഫൂത്തു എന്നിടത്ത് ആ ലാ എന്ത് ചെയ്തു? കൈയോട് ചേർത്ത് എഴുതി.
കൈ വന്നതുകൊണ്ട് തഫൂത്തേക്ക് നെസ്ബ് കൊടുത്തു. ഇപ്പൊ ലാ വന്നത് കൊണ്ട് നെസ്ബ് മുറിയൂല്ലോ കേട്ടോ. നെസ്ബ് ചെയ്യുന്ന പദത്തിന് ശേഷം ക്രിയ വരുമ്പോൾ ആ ക്രിയക്കല്ലേ നെസ്ബ് ചെയ്യുന്നത്. അതേസമയം ലാ എന്നത് എന്താണ്? ആ ക്രിയയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ലാ വന്നത് കൊണ്ട് ബ്രേക്ക് ആവില്ല, നെസ്ബ് ബ്രേക്ക് ആവില്ല. ഇവിടെ കൈയുടെ കൂടെ ആ ലാ ഇങ്ങോട്ട് കൈയുടെ കൂടെ ചേരുകയും ചെയ്യും. കൈലാ തഫൂതന അത്തായിറത്തു, നമുക്ക് ഫ്ലൈറ്റ് മിസ്സാകാതിരിക്കുന്നതിന് വേണ്ടി വേഗം പോകൂ. ലാഫിൽ ഫറാഫിയമായെത്തി ലിക്കൈല, ലിക്കൈ അല്ലെങ്കിൽ ലിക്കൈല ചേർത്ത് പൂരിപ്പിക്കണം. അൽ ഫറാഗ് ബ്ലാങ്ക്. സുമ്മ അദ്ദിലിൽ ഫിഅലല്ലദി യലിഹ, പിന്നീട് എന്ത് ചെയ്യണം? ഫിഅല് നേരെയാക്കണം. അദ്ദല, അതിലെന്താ? അതില് നീതി. അതില് നീതി. അപ്പൊ അദ്ദല നീതിപൂർവമാക്കണം. അതിന് അദ്ദിൽ, അദ്ദിലല്ലേ ഉള്ളത്. സുമ്മ അദ്ദിൽ, സുമ്മ അദ്ദിലിൽ ഫേല എന്ന് പറഞ്ഞാൽ അത് ആലിൽ വന്നത് കൊണ്ട് ഇപ്പുറത്ത് ലാമിന് കിസ്റോട് തന്നേ ഉള്ളൂ. സുമ്മ അദ്ദിലിൽ ഫേല, ക്രിയയെ ശരിപ്പെടുത്തുക. അല്ലതി യലിഹ, യലി എന്ന് പറഞ്ഞാൽ എന്താ? വലിയ എലി, വലിയ എലി അടുത്ത് വന്നു, വലിയ എലി അടുത്ത് വന്നു. അല്ലതി യലിഹ, അതിനെ തുടർന്ന് വരുന്നതായ. ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് മേക്ക് ദ നെസസറി ചേഞ്ച്, അനിവാര്യമായ മാറ്റം വരുത്തുക എന്നാണ്. പക്ഷെ അറബിയിൽ ഇങ്ങനെയാണ് അതിന്റെ യൂസേജ്. അദ്ദിൽ ഫിഅലല്ലദി യലിഹ, അതിനെ മാറ്റുക എന്നാണ്, ശരിപ്പെടുത്തുക. അപ്പൊ കൈ അല്ലെങ്കിൽ കൈല വരുമ്പോഴത്തേക്ക് ഫെയിലിന് എന്ത് മാറ്റം വരണം? നെസ്ബ് കൊടുക്കണം. നെസ്ബ് കൊടുക്കുമ്പോൾ എന്താ പറയാ, അയാൾ സംശയപ്പെട്ടതാണെങ്കിൽ നൂന് കളയണം. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തസല കസീറും മിന ശബാബി ബിൽ ജാമിയാത്തി. ഇത്തസല കസീറും മിന ശബാബി ബിൽ ജാമിയാത്തി. ഇത്തസല എന്താ അർത്ഥം? കോണ്ടാക്ട് ചെയ്തു. ഇത്തസല കോണ്ടാക്ട് ചെയ്തു, ബന്ധപ്പെട്ടു. നമ്മൾ മലയാളത്തിൽ ബന്ധപ്പെട്ടു എന്ന് പറയുമല്ലോ. വസല എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. ഇത്തസല എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്തു, ബന്ധപ്പെട്ടു. കസീറും മിന ശബാബി, യുവാക്കളിൽ അധിക പേരും. കസീറും മിന ശബാബി ബിൽ ജാമിയത്തി, യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്ട് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? കൈ അല്ലെങ്കിൽ കൈല ഉപയോഗിക്കണം. എന്താ ഉപയോഗിക്കേണ്ടത് ഇവിടെ? യസ്തഫ്സിറൂന അൻ ശുറൂത്തിൽ ഖബൂൽ. യസ്തഫ്സിറൂന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്തഫ്സറ, തഫ്സീർ ചോദിച്ചു വന്നു. തഫ്സീർ എന്താ? എക്സ്പ്ലനേഷൻ, അർത്ഥമല്ല, എക്സ്പ്ലനേഷൻ. നമ്മൾ ഖുർആൻ തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യാഖ്യാനമാണ്. അപ്പൊ ഈ തഫ്സീർ എന്നത് ഒരു എന്താ പറയാ സാങ്കേതിക പദമായി വരുമ്പോഴാണ് ഖുർആൻ വ്യാഖ്യാനം എന്നത്. അല്ലെങ്കിൽ എന്താ? വിശദീകരണം എന്നർത്ഥം, എക്സ്പ്ലനേഷൻ. അപ്പൊ യസ്തഫ്സിറൂന, അവർ വിശദീകരണം ചോദിച്ചു. ഇസ്തഫ്സറ, തഫ്സീർ ചോദിച്ചു. യസ്തഫ്സിറൂന, എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട്. അൻ ശുറൂത്തുൽ ഖബൂൽ, ഖബൂൽ. ഖബൂൽ എന്താ? അക്സെപ്റ്റൻസ്, ഖബൂൽ. അവിടെ അഡ്മിഷന്റെ നിബന്ധനകൾ, ഷുറൂത്ത്, കണ്ടീഷൻസ്. ഷർത്ത് എന്ന് പറഞ്ഞില്ലേ കണ്ടീഷൻ, ഷുറൂത്ത് കണ്ടീഷൻ, നിബന്ധനകൾ ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ കൈ വേണോ കൈല വേണോ? കൈ. ലീ കൈ എന്ത് ചെയ്യണം? തഫ്സീറിലെ
يستكثرون ലിക്കൈ യസ്തഫ്സിറൂ ആൻ ശുറൂത്തുൽ ഖബൂൽ, സ്വീകരിക്കുന്നതിന്റെ അക്സെപ്റ്റൻസിന്റെ നിബന്ധനകൾ ചോദിച്ചുകൊണ്ടാണ് അധിക പേരും ചെറുപ്പക്കാരും ബന്ധപ്പെട്ടത്. കാന മൗഇദു റിഹ്ലതി الساعة الثالثة صباحا. كان موعد الرحلة എന്താണ്? യാത്രയുടെ رحلة الساعة الثالثة صباحا, departure time. كان موعد الرحلة, യാത്രയുടെ സമയം. മൗഇദ് റിഹ്ലതി, മൗഇദ് എന്നാണ് നിശ്ചിത സമയം. മൗഇദ് വായിച്ചില്ലേ ഖുർആനില്? ഇന്ന മൗഇദക്കും അസ്സുബ്ഹ്. അപ്പൊ ആ മൗഇദ് അസ്സാഅത സാലിസത്തി സബാഹൻ എപ്പോഴാണ്? രാവിലെ 3 മണിക്ക്. വെളുപ്പിന് 3 മണിക്ക്. ഫജലസ്ന നതഹദ്ദസു, ഞങ്ങൾ ജലസ്ന നതഹദ്ദസു എന്താ അർത്ഥം? എഴുന്നേറ്റിരുന്നോ? ഇരുന്നു. പിന്നെ നതഹദ്ദസ് എന്ന് പറഞ്ഞാൽ നിന്നൊന്ന്. പോകാൻ സമയമാകുമ്പോ ഞാൻ നോക്കിണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ സമയം നോക്കിണ്ടിരിക്കുകയാണ്. എനിക്ക് സ്ക്രീനിൽ തന്നെ സമയം കാണാം. ജലസ്നാനത്തെ ഹദ്ദസു, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അവിടെ എന്താ ചേർക്കേണ്ടത്? ലിക്കയ വേണ്ടത്. അടുത്ത വാക്ക് നനാമുമാണ്. ലിക്കയില നനാമു. എന്തിനു വേണ്ടി? ഞങ്ങൾ ഉറങ്ങാതിരിക്കുന്നതിന് വേണ്ടി. സഅൽതുക അസ്ഇലതൻ കസീറതൻ, സഅൽതുക അസ്ഇലതൻ കസീറതൻ എന്താ അർത്ഥം? ഞാൻ താങ്കളോട് അസ്ഇലതൻ കസീറതൻ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്തിനു വേണ്ടിയാണ്? അഫ്ഹമുൽ മസ്അലത ജയ്യിദൻ, വേണ്ടിയാ. ലികൈ അഫ്ഹമ, അഫ്ഹമ. അപ്പൊ മുകളിലും നേരത്തെ അതേപോലെ തന്നെ കൈ ചേർത്ത് എന്താ പറയുന്നത്? ലിക്കൈല നനാമ, ലിക്കൈല നനാമ. നാമ യനാമു, യനാമു എന്താണ്? അപൂർണ്ണക്രിയ. അപ്പൊ ലിക്കൈല നനാമ. അതേപോലെ ഇവിടെ എന്താണ്? ലിക്കൈ അഫ്ഹമൽ മസ്അലത ജയ്യിദൻ. ദാ മസ്അല വിഷയം എന്നർത്ഥം കേട്ടോ. മസ്അല എന്ന് പറഞ്ഞാല് സബ്ജക്റ്റ്, അതായത് ഒരു വിഷയം. സബ്ജക്റ്റ്, അതിനാണ് മസ്അല എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസ്പ്യൂട്ടഡ് വിഷയം, അതിനാണ് മസ്അല. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്, സംശയമുള്ള വിഷയം, അതിനാണ് മസ്അല എന്ന് പറയുന്നത്. ആ മസ്അല ഞാൻ അഫ്ഹമ, ലികൈ അഫ്ഹമ അൽ മസ്അലത ജയ്യിദൻ, ഞാൻ ആ വിഷയം നന്നായി മനസ്സിലാക്കുന്നത്. ജയ്യിദൻ നന്നായി. യാ ജോർജ്, ജോർജ് ആരാ? ജോർജ് غير اسمك, غير اسمك എന്താ അർത്ഥം? ചേഞ്ച് യുവർ നെയിം. ചേഞ്ച് യുവർ നെയിം. ഗയ്യറ, ഗയ്യരി അല്ലാത്തത്, ഗയ്യറ അല്ലാത്തത് ആക്കി മാറ്റി. ഗയ്യറ, ഗയ്യിർ ഇസ്മക്, നിന്റെ ചേഞ്ച് യുവർ നെയിം. യവന്നു നാസു അന്നക നസ്രാനിയുൻ. അപ്പൊ എന്താ വേണ്ടത്? കൈയാണോ വേണ്ടത്? ലിക്കൈല യളുന്നു നാസു, ലിക്കൈല യളുന്നു നാസു, യളുന്ന നാസു, ലിക്കൈല യളുന്ന നാസു, ജനങ്ങൾ കരുതാതിരിക്കുന്നതിന് വേണ്ടി. അന്നക നസ്രാനിയൻ, നീ ഒരു നസ്രാനിയാണോ എന്ന് കരുതാതിരിക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നീ പേര് മാറ്റിക്കോണം. അൽ ഖാമിസ്, യാ സൈനബു ഇസ്തൈഖിളി മുബക്കിറതൻ. ഇസ്തൈഖിളി എന്താ അർത്ഥം? ഉണരൂ. ഇസ്തൈഖള, ഉറക്കം ഉണർന്നു.
യക്ലത്ത് ഉണർച്ച. ഇസ്തൈഖ്ലി നീ എഴുന്നേക്ക്, മുബക്കിറത്തൻ ഏർലി. എന്താ? തതഅഖരീന അനി ദർസി എന്ത് ചേർക്കണം? لكي لا تتأخري ലിക്കൈ ലാ تتأخري ഈ നെസ്ബും ഇതന്നെയല്ലേ? തതഅഖരി നാ വേണ്ട. ലിക്കൈ ലാ തതഅഖരി അനി ദർസി ക്ലാസ്സിൽ നിന്നും ക്ലാസ്സിൽ വൈകാതിരിക്കുന്നതിന് വേണ്ടി. ഓക്കെ, നമ്മൾ കറക്റ്റ് സമയം 1 മിനിറ്റ് അധികമായി. ശരിയല്ലേ? അതെ. അപ്പൊ ഇത് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? ആവർത്തിച്ച് വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭാഷ നന്നായി പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കുക, അതേപോലെ പരന്ന വിശാലമായി കിടക്കുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങളിലേക്ക് കടന്നു ചെല്ലുക. ഒരുപാട് കേൾക്കുക, വായിക്കുക, പത്രങ്ങളൊക്കെ വായിക്കാം, കേൾക്കുക, സംസാരിക്കുക. ഇപ്പൊ നമ്മുടെ ദർസിലുള്ള കുട്ടികളൊക്കെ വന്നാൽ അറബിയിൽ സംസാരിച്ചെടുക്കും. ഇവിടെയാണെങ്കിൽ ഗൾഫിലുള്ളവർക്ക് അവിടെ അറബികളുമായി എപ്പോഴും നമ്മൾ ഇടപഴകാൻ നോക്കുക, കൂടുതൽ അറബികളുമായി ഇടപെടാൻ നോക്കുക. മാത്രമല്ല എവിടെ ചെന്നാലും നമുക്ക് അറബി സംസാരിക്കാം, അവിടെ ആരോടും അറബി സംസാരിക്കാം. കാരണം നമ്മൾ ആ ഒരു അറബി നാട്ടിലാണ് നിൽക്കുന്നത് എന്ന അടിസ്ഥാനത്തിൽ അയാൾ ഏതാണെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ അയാളെ നമ്മൾ പരിഹസിക്കുകയാണെന്ന് ചോദിച്ചാൽ തന്നെ ഞാൻ വിചാരിച്ചു നീ അറബിയാണെന്ന് വിചാരിച്ചു പറഞ്ഞാൽ അല്ല, നമ്മളിവിടെ ആണെങ്കിൽ ഇവിടെ അറബി സംസാരിക്കണമല്ലോ. ഇംഗ്ലീഷുകാർ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചു, ഇംഗ്ലീഷുകാരിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും. നമ്മളവിടെ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ പരസ്പരം പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കും. പലപ്പോഴും നമ്മൾ പെട്ടെന്നൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ വോയിസ് ടൈപ്പിംഗ് ഒക്കെ വന്നുകൊണ്ട് മലയാളം പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തത്. അപ്പോ അതിനൊക്കെ പകരം നമുക്ക് എന്ത് ചെയ്യാം? അറബി നാടുകൾ നിൽക്കുമ്പോൾ പരമാവധി നമ്മൾ അറബി സംസാരിക്കുക, അല്ലെങ്കിൽ അറബി കേൾക്കുക, റേഡിയോ സ്റ്റേഷൻ ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് ആകർഷണീയമായ പല സബ്ജക്റ്റുകളും ചർച്ച ചെയ്യും, ഡിസ്കഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഹിദായത്തുൽ ഖുർആൻ കരീം എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ റേഡിയോ സ്റ്റേഷനുണ്ട്, മക്കയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അത് UAE-യിലും അവിടെ പരിസരത്തൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല മക്കയിലെ സ്റ്റേഷൻ എല്ലാ സ്ഥലത്തും കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ തുടർച്ചയായിട്ട് ഹിദായത്തുൽ ഖുർആൻ കരീമിൽ തുടർച്ചയായിട്ട് ഖുർആനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളായിരിക്കും. ഒന്നിൽ ഖുർആൻ പാരായണം, അല്ലെങ്കിൽ ഹദീസ് ക്ലാസ്, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്, അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വിഷയങ്ങളായിരിക്കും. ഖുർആനും ഹദീസും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ അതിനോടനുബന്ധമായ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു വാക്കെങ്കിലും ഒരു സെന്റൻസിൽ നമുക്ക് പുതിയതായിട്ട് കിട്ടും, ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. ആ രീതിയിൽ ഉപയോഗിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും അസ്സലാം.